വെൽക്കം ബാക്ക് ടു മാത്സ് ട്യൂഷൻ. നമുക്കിന്ന് ക്യുസാറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. 2 ദിവസം കൂടെ ഉള്ളൂ എക്സാമിന്. ഇത്തിരി തിരക്ക് കാരണം ഇത്തിരി ഡിലേ ആയിപ്പോയി. നിങ്ങളെല്ലാവരും ചെയ്ത് പഠിക്കുക. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഇന്ന് ഞാൻ ലിമിറ്റും ഫങ്ഷൻസിൽ കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ്. Question number 1. Limit x tends to 0, 1 minus cos 2x by x square. Limit x tends to 0, 1 minus cos 2x. അതിൻ്റെ ഫോർമുല നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ടല്ലോ. 2 sin square x by x square. 2 into limit x tends to 0, sin square x by x square, sin x by x the whole square. Limit x tends to 0, sin x by x and the 1, that is 2. Sin x by x. Question number 2. Limit x tends to 0, cos x raised to cot x. ഇതിൽ നമുക്ക് ഇത് ISC കുട്ടികൾക്ക് പഠിക്കാനുണ്ട്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം കൂടുതലും ഈ ഒരു മോഡൽ ചോദിക്കുന്നത്. CBSEയും കേരള കുട്ടികൾക്കും ഇല്ല. cos 0 എത്രയാണ്? 1. cot 0 ഇൻഫിനിറ്റി. 1 raised to infinity 4. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതിന് k എന്ന് പേര് കൊടുത്തിട്ട് ഇതിന് ടേക്കിംഗ് ലോഗരിതം ഓൺ ബോത്ത് സൈഡ്സ്. x tends to 0, cos x raised to cot x. log k. limit x tends to 0. നമ്മൾ ലോഗരിതം എടുക്കുന്നു, എക്സ്പൊണൻ്റ് ഇവിടെ എഴുതുക, എന്നിട്ട് ഈ ബേസിൻ്റെ കൂടെ ലോഗ് ചേർക്കുക. log of cos x, that is equal to limit x tends to 0, log cos x by cot x-നെ നമുക്ക് cos x by sin x എന്ന് എഴുതാം. നമുക്കിതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ലിമിറ്റ് x tends to 0, f of x into g of x-നെ എങ്ങനെ എഴുതാം? ലിമിറ്റ് x tends to 0, f of x into ലിമിറ്റ് x tends to 0, g of x. ലിമിറ്റ് x tends to 0, cos x 1 ആയിട്ട് മാറും. ലിമിറ്റ് x tends to 0, log cos x by sin x into 1. cos 0 1, പക്ഷേ log 1 എന്താവും? 0. sin 0 0. ഇപ്പോൾ 0/0 ഫോം വരുന്ന കേസിൽ നമുക്ക് എൽ ഹോസ്പിറ്റൽ റൂൾ എന്ന് പറഞ്ഞ റൂളുണ്ട്. എൻട്രൻസിനൊക്കെ നമുക്കത് അപ്ലൈ ചെയ്യാം. 0/0 ഫോം വന്നാലേ നമുക്ക് എൽ ഹോസ്പിറ്റൽ റൂള് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ന്യൂമറേറ്ററിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ന്യൂമറേറ്ററായിട്ട് എഴുതുക. log cos x ആകുമ്പോൾ 1/cos x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് cos x മൈനസ് sin x. ഡെറിവേറ്റീവ് sin x cos. sin x by cos x എന്താ? tan x. tan 0 0, cos 0 1, that is 0/1 0. നമ്മൾ log k എന്നാണ് എടുത്തത് അല്ലേ? ഇവിടെ ബേസ് നമ്മൾ എഴുതി, ഇവിടെ ഈ കാൽക്കുലസിലെല്ലാം ബേസ് എന്താണ്? e ആണ്. that is equal to 0. e raised to 0, that is equal to k. ഇപ്പോൾ kയുടെ വാല്യൂ എന്താ? e raised to 0, that is equal to 1. ഇനി പല ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ ഈ മോഡൽ ഒരു ക്വസ്റ്റ്യൻ കാണുന്നുണ്ട് കേട്ടോ. ISC സ്റ്റുഡൻസിനെ നമ്മൾ പഠിപ്പിക്കുമ്പം അവർക്കിതുണ്ട്. എൽ ഹോസ്പിറ്റൽ റൂൾ വെച്ചും ഇങ്ങനെ 1 raised to infinity ഒക്കെ. സെയിം മോഡൽ ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. ലിമിറ്റ് x tends to 0. രണ്ടും 2 വർഷമായിട്ട് ചോദിച്ച ക്വസ്റ്റ്യനാണ്. cos x raised to cot square x. ഇപ്പം നമ്മൾ ചെയ്തത് എന്താ? cot x ആയിരുന്നു അല്ലേ? ഈ cot square എന്ന് ഇവിടെ അതേപോലെ തന്നെ cos 0 1, cot ഇൻഫിനിറ്റി 1 raised to infinity 4. log k, ആദ്യം k എന്ന് എടുക്കുക. log k, ഇതിനെ നമ്മൾ k എന്ന് എടുത്തിട്ടുണ്ട്.
ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 കോട്ട് സ്ക്വയർ എക്സ് ഇൻറ്റു ലോഗ് ഓഫ് കോസ് എക്സ്. നമ്മൾ ആദ്യം ഇതിന് കെ എന്ന് കൊടുത്തു. തൊട്ടുമുമ്പേ ഒരു ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ലോഗ് കെ എന്നങ്ങ് തുടങ്ങിയത്. ഇവിടെ മുമ്പേ നമ്മൾ ചെയ്ത പോലെ ലോഗ് കോസ് എക്സ് ബൈ സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ്. ഇവിടെ കോസ് സ്ക്വയർ 0 1 ആയിട്ട് അതങ്ങ് മാറും. നമ്മളിതിന് ലോഗ് അപ്ലൈ ചെയ്യാം, ആ റൂൾ അപ്ലൈ ചെയ്യാം, എൽ ഹോസ്പിറ്റൽ റൂൾ. cos 0 1 log 1 0 0 by 0 4 log cos x 1 by cos x into minus sin x. sin square x ൻ്റെ ഡെറിവേറ്റീവ് 2 sin x into ഡെറിവേറ്റീവ് sin x cos x. 1 sin ക്യാൻസൽ. മൈനസ് 1 by cos squared x എന്ന് വരില്ല. cos 0 എത്രയാണ് 1. ആൻസർ മൈനസ് 1 by 2. തൊട്ട് മുമ്പുള്ള ക്വസ്റ്റ്യനിൽ ഇവിടെ കോട്ടായിരുന്നപ്പം നമുക്ക് എന്ത് കിട്ടി 0. സോ ആൻസർ ഈസ് ഇ റൈസ് ടു 0. ഇവിടെ കോട്ട് സ്ക്വയർ ആയപ്പോൾ നമുക്ക് എന്ത് കിട്ടി മൈനസ് 1 by 2. ലോഗ് കെ ടു ദ ബേസ് ഇ ഇസ് ഈക്വൽ ടു മൈനസ് ഹാഫ്. ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം ഇ റൈസ് ടു ഹാഫ്, സോറി ഇ റൈസ് ടു മൈനസ് ഹാഫ്. കെ ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് 1 by √t. ഹാഫ് എന്ന് വരുമ്പോൾ അറിയാമല്ലോ എക്സ് റൈസ് ടു 1 by 2 റൂട്ട് എക്സ് എന്ന് എഴുതാം. അതുപോലെ ഇ റൈസ് ടു ഹാഫ് √t മൈനസ് ഉള്ളതെന്ന് പറയുന്നത് 1 by √t. ക്വസ്റ്റ്യൻ നമ്പർ limit x tends to 0 1 plus 3x raised to b by x is equal to e raised to 6. Find b. ഇവിടെ നോക്കിയേ 0 കൊടുക്കുമ്പോൾ 1 raised to infinity ഫോം ആയി അല്ലേ. അത് നമുക്കിതിന് k എന്ന് കൊടുക്കാം. 1 plus 3x raised to e by x log k. Limit x tends to 0 b by x into log of 1 plus 3x. b log 1 plus 3x by x ഇങ്ങനെ അങ്ങ് എഴുതാം. 0 by 0 ഫോമായി അല്ലേ. എൽ ഹോസ്പിറ്റൽ റൂൾ b into 1 by 1 plus 3x into 3. ഡെറിവേറ്റീവ് ഓഫ് എക്സ് 1. ഇവിടെ എക്സ് നമ്മൾ 0 കൊടുക്കുമ്പോൾ എന്ത് വരും 3b. ഇവിടെയും ലോഗ് കെ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കെ എന്തെഴുതാം ഇ റൈസ് ടു 3b. e raised to 3b is equal to e raised to 6. 3b is equal to 6. So b is equal to 2. Question number 5. നമുക്ക് ലിമിറ്റ്സിൻ്റെ ഒന്നുകൂടെ ഞാൻ ഫോർമുലയും കൂടെ ഒന്ന് പറഞ്ഞുതരാം, നിങ്ങളൊന്ന് നോട്ട് ചെയ്തോ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ലോഗ് ഓഫ് 1 പ്ലസ് എ എക്സ് ബൈ എക്സ്. നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനുള്ള ഒരു മെത്തേഡ് പറയുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 5 അല്ല, ഫോർമുലാസ്. അപ്പോൾ ഇവിടെ 1 പ്ലസ് 2x വരാം, 3x വരാം, 4x വരാം. ഇവിടെ എക്സ് മാത്രമേ ഉള്ളെങ്കിൽ ഇതിൻ്റെ ആൻസർ എപ്പോഴും എന്തായിരിക്കും എ ആയിരിക്കും. അതൊന്ന് നോട്ട് ചെയ്തോ. പിന്നെയുള്ള ഫോർമുല ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എ എക്സ് ബൈ എക്സ്. അങ്ങനെ വന്നാലും അതിൻ്റെ ആൻസർ എന്താ ഇ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ഇപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ 3x ബൈ എക്സ്. ഇത് ചെയ്ത് നോക്കണ്ട, ആൻസർ 3 എന്നങ്ങ് എഴുതിയാൽ മതി. സൈൻ എ എക്സ് ബൈ സൈൻ ബി എക്സ്. ഇങ്ങനെയാണെങ്കിൽ എ ബൈ ബി.
ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 sin 4x by sin 3x ആണ് ആൻസർ. എന്താ 4/3. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ഫോർമുലയാണ് എങ്കിലും പറയുന്നതേ ഉള്ളൂ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 x raised to n minus a raised to n by x minus a n a raised to n minus 1. നമുക്ക് ഫംഗ്ഷൻ്റെ 2-3 ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5. എഫ് ഫ്രം ആർ ടു ആർ, റിയൽ നമ്പർ ടു റിയൽ നമ്പർ, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2. ഫൈൻഡ് എഫ് ഇൻവേഴ്സ് 27 ആൻഡ് എഫ് ഇൻവേഴ്സ് 3. ഇവിടെ എഫ് ഓഫ് എക്സ് നമുക്കിപ്പോൾ ഇതിൻ്റെ ഇൻവേഴ്സ് ആയിരുന്നു കാണണമെങ്കിൽ ചോദിച്ചത്. ഇപ്പോൾ എഫ് ഇൻവേഴ്സ് എക്സ് ആയിരുന്നെങ്കിൽ നമ്മൾ ആദ്യം എഫ് എക്സിന് എന്തോ കൊടുക്കും? വൈ. വൈ മൈനസ് 2 ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. എങ്കിൽ എക്സ് എന്തായിരിക്കും? റൂട്ട് ഓഫ് വൈ മൈനസ് 2. നിങ്ങളോട് എഫ് ഇൻവേഴ്സ് എക്സ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ വൈ മാറ്റിയിട്ട് എക്സാം കൊടുത്താൽ മതി. ഇവിടെ എന്താ കാണണ്ടേ? ഇപ്പോൾ ഫൈൻഡ് എഫ് ഇൻവേഴ്സ് എക്സ് ആയിരുന്നെങ്കിൽ നമ്മൾ ഈ റീപ്ലേസ് വൈ ബൈ എക്സ്, അത്രേ ഉള്ളൂ. ഇനി എഫ് ഇൻവേഴ്സ് 27 മൈനസ് 2 25 പ്ലസ് ഓർ മൈനസ് 5. എഫ് ഇൻവേഴ്സ് 3 minus 2 1, that is plus or minus 1. Question number 6. Find the domain of ഡൊമെയിൻ. ഒരു ക്വസ്റ്റ്യൻ മിക്ക പല രീതിയിലും മാറി മാറി ചോദിക്കുന്നുണ്ട്. നമുക്കറിയാം എക്സ് എന്തായാലും 0 വരരുത്. എന്നാൽ 0 വന്നു കഴിഞ്ഞാൽ എന്താവും? നോട്ട് ഡിഫൈൻഡ് ആവും. നമുക്കിതിൽ പിന്നെ റൂട്ട് സിമ്പൽ ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എക്സ് ഗ്രേറ്റർ ദാൻ 0. ആദ്യം എഴുതേണ്ടത് റൂട്ടിനകത്ത് എന്താ ഉള്ളത്? മോഡ് എക്സ് മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ 0. ഈക്വൽ ടു ഇടരുത്, കാരണം ഇവിടെ 1/0 വന്നാൽ അതെന്താ? നോട്ട് ഡിഫൈൻഡ്. ഇവിടെ മോഡ് എക്സ് മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ 0. മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ എക്സ്. ഇവിടെ നോക്കി ഇപ്പോൾ എക്സ് നമ്മൾ -2 ആണ് കൊടുക്കുന്നതെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് -2 എന്താ? 2. ഇപ്പോൾ 2 ഗ്രേറ്റർ ദാൻ -2 നമുക്ക് പറയാൻ പറ്റൂല. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ അല്ലേ? നമുക്കതിൽ നിന്ന് എന്ത് പറയാം? -2 അബ്സല്യൂട്ട് വാല്യൂ ഓഫ് -2 ടു 2 ഗ്രേറ്റർ ദാൻ -2 പറയാം. പോസിറ്റീവ് 2 ആണ് കൊടുക്കുന്നതെങ്കിൽ 2 ഗ്രേറ്റർ ദാൻ 2 നമുക്കിങ്ങനെ പറയാൻ പറ്റൂലല്ലോ. നമുക്ക് എക്സിന് ഏത് നമ്പറെ നമുക്കിവിടെ കൊടുക്കാൻ പറ്റുള്ളൂ? നെഗറ്റീവ് നമ്പർ. Therefore domain is equal to -∞, 0. 0 ഓപ്പൺ ആണ്, ക്ലോസ്ഡ് അല്ല. Question number 7. F of x plus y, f of x plus f of y, x comma y element r. F of 1 7. Find sigma r is equal to 1 to n f of x.
സോ എഫ് ഓഫ് ആർ. സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താ? സം അല്ലേ? സിഗ്മ ആർ ഈസ് ഈക്വൽ ടു 0 to n എഫ് ഓഫ് ആർ. എഫ് ഓഫ് 0 സോറി 1 ആണ്. എഫ് ഓഫ് 2, എഫ് ഓഫ് 3, എഫ് ഓഫ് n. ഇവിടെ എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്താ? 7. എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 1 + 1. എഫ് ഓഫ് 1 + എഫ് ഓഫ് 1 2 × എഫ് ഓഫ് 1. അടുത്തത് എഫ് ഓഫ് 3യെ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് 2 + എഫ് ഓഫ് 1. എഫ് ഓഫ് 2 എന്താ? 14. എഫ് ഓഫ് 1 എന്താ? 7. 14 + 7 21. ഇനി നമുക്ക് 3 × 7 എന്ന് എഴുതാം. അങ്ങനെയാണ് നമുക്ക് ഇവിടെ എന്ത് എഴുതാം? n × 7. ഇതിലെല്ലാം 7 ഔട്ട് സൈഡ് എടുക്കാം. 1 + 2 + 3 + etc. n. Sum of first n natural numbers n × n + 1 divided by 2. The number of bijective എന്ന് പറഞ്ഞാൽ എന്താ? 1 1 and onto. Number of bijective functions. ഇത് നമ്പർ ഓഫ് എന്നാണ് കേട്ടോ. From a set A to itself when A contains hundred elements. ഇവിടെ നമ്പർ ഓഫ് ബൈജക്റ്റീവ് എയിൽ നമ്പർ ഓഫ് എ n ആണെങ്കിൽ നമ്പർ ഓഫ് ബൈജക്റ്റീവ് ഫങ്ഷൻസ് 1 1 ആൻഡ് ഓൺ ടു. ഫ്രം എ ടു എ ആണെങ്കിൽ ഒരു ഫോർമുലയുണ്ട് n ഫാക്ടോറിയൽ. ഇവിടെ നമ്പർ ഓഫ് ഫങ്ഷൻസ് ബൈജക്റ്റീവ് ഫങ്ഷൻസ് എത്ര വരും? ആൻസർ 100 ഫാക്ടോറിയൽ. Number 9. Number of A is equal to 3. The real n of A, number of the elements in A. B 4. Find number of 1 1 അല്ലെങ്കിൽ injective functions from A to B. ഇവിടെ ബിയിൽ എത്ര എലിമെൻറ്റ്? ആൻസർ എന്ത് വരും? 4p3. 4 ഫാക്ടോറിയൽ. നമ്പർ ഓഫ് ബൈജക്റ്റീവ് ഫങ്ഷൻസ് 1 1 ഫങ്ഷൻസ് ഫ്രം എ ടു ബി 4p3. ദാറ്റ് ഈസ് 4 ഫാക്ടോറിയൽ 1 × 2 × 3 × 4. ഇതിന് ഒരു ഫോർമുലയുണ്ട്. ഇതിൽ ആൻസർ ഇത്രയേ ഉള്ളൂ കേട്ടോ, 24. ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്തോണം. n of A, n of B, n. Number of 1 1 functions from A to B. n p m. n greater than or equal to m. ഇവിടെ n എമ്മിനോട് ഈക്വൽ ആവുകയോ n എമ്മിനേക്കാളും കൂടുതലാണെങ്കിൽ ഇതാണ് ഫോർമുല. അതാണ് ഇവിടെ നമ്മൾ 4p3 is equal to 0 when n is less than m. n എമ്മിനേക്കാളും കുറവാണെങ്കിൽ, ഇപ്പോൾ തിരിഞ്ഞായിരുന്നെങ്കിൽ ഇവിടെ 4 ഇവിടെ 3 ആയിരുന്നെങ്കിൽ ആൻസർ 0. ഇത്ര നിങ്ങൾ പഠിക്കുക. ബാക്കി
വീഡിയോ വെക്കുന്നത് ഇന്ന് നൈറ്റ് തന്നെ ഇടുന്നതാണ്. നിങ്ങൾ നോക്കുക, നോട്ടിഫിക്കേഷൻ വരുമല്ലോ സബ്സ്ക്രൈബ് ചെയ്ത കുട്ടികൾക്ക്. എല്ലാവരും പഠിക്കുക. ഞാൻ കുറേ ബിസിയാണ്, കുറേ ട്യൂഷൻസ് ഓൺലൈൻ ക്ലാസ്സൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും പഠിക്കുക. ഓക്കെ, താങ്ക് യു.